ഹലോ ഗൈസ്, ഇന്ന് എനിക്കൊന്ന് എരഞ്ഞിപ്പാലം വരെ പോകാനുണ്ട്. അനിയത്തിയുടെ കല്യാണം ആയതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തെ ഇലകളോടും പൂക്കളോടൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ ഒരു ഓട്ടോ വിളിച്ച് നേരെ എരഞ്ഞിപ്പാലത്ത് പോയി. എരഞ്ഞിപ്പാലത്തേക്ക് പോകുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. എനിക്ക് വയനാടേക്ക് പോകേണ്ടിയിരുന്ന ദിവസമായതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായി. എന്നാലും പെട്ടെന്ന് തന്നെ ബ്ലോക്കൊക്കെ മാറി. നമ്മുടെ സിവിൽ സ്റ്റേഷൻ എത്തിയപ്പോഴേക്ക് ഏകദേശം ബ്ലോക്കൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് പോകാൻ പറ്റി. ആദ്യം എനിക്ക് പോകേണ്ടിയിരുന്നത് സൂര്യ സിൽക്സിലാണ് കേട്ടോ. സൂര്യയിൽ റോസൊട്ടിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. കല്യാണത്തിനേക്കുള്ള പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും അവളുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാനായിട്ടാണ് സൂര്യയിൽ കയറിയത്. അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്കും ഒരു ചുരിദാറൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചു. കുട്ടികളുടെ സെക്ഷനിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ സൂര്യയിൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏതെടുക്കണം എന്ന് കുറേ കൺഫ്യൂഷൻ ആയെങ്കിലും പെട്ടെന്ന് തന്നെ എനിക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ റോസൂട്ടീനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യം നടന്നു. റോസൂട്ടിയും കൂടെ ഉണ്ട്, റോസൂട്ടീൻ്റെ ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ടാണ്. പിന്നെ ദേ ഇവിടെയാണ് കേട്ടോ എൻ്റെ സ്ഥിരം ഫാൻസി ജുവൽ വേൾഡ്, മജസ്റ്റിക് ജുവൽ വേൾഡ് എന്നാണ് പേര്. ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല, ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പം ട്രെൻഡിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ് എല്ലാം അവിടെ കിട്ടും. അപ്പം ഞാൻ ട്രഡീഷണൽ സാരി ആയതുകൊണ്ട് ട്രഡീഷണൽ രീതിയിലുള്ള ഓർണമെൻറ്റ്സാണ് നോക്കിയത്. അപ്പോൾ അതിൽ ഞാനൊന്ന് സെലക്ട് ചെയ്തു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ കടയിൽ ഞാൻ എപ്പോഴും വരുന്നതായതുകൊണ്ട് ഇവർ നല്ല ഫ്രണ്ട്ലി ആണ് എൻ്റെ അടുത്ത്. ഞാൻ മലാപ്പറമ്പുള്ള ജുവൽ വേൾഡിലായിരുന്നു സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്, എരഞ്ഞിപ്പാലത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ചും കൂടി കളക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെയാണ് ഇപ്പം കൂടുതലും വരാറ്. പിന്നെ സൂര്യയിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ കയറാറുമുണ്ട്. അപ്പം ഇവിടുന്ന് ഇഷ്ടമുള്ള എനിക്കൊരു പച്ച മാലയായിരുന്നു വേണ്ടിയിരുന്നത്. പച്ചയും റെഡും മിക്സായിട്ടുള്ള ട്രഡീഷണൽ മാല, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജുവൽ വേൾഡിലും സൂര്യ സിൽക്സിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ വയനാട് പോകാൻ വേണ്ടിയിട്ട്, അനിയത്തിയുടെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിനു വേണ്ടി പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയ ജുവൽ വേൾഡിൽ നിന്ന് വാങ്ങിയ മാലയൊക്കെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അല്ലിയുടെ ആഭരണം എടുക്കാൻ പോയ പോലെ കുറേ സാധനങ്ങൾ, ഇത് മുൻപെടുത്തതും ഇന്നെടുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നെടുത്തത് കാണിച്ചു തരാം. ഓക്കെ, ഇന്നെടുത്തത് മീൻസ് എനിക്ക് പിന്നെ കല്യാണത്തിന് ബനാറസി സാരിയാണ്, റെഡ് ആൻഡ് ഗ്രീൻ കളറിൽ. അപ്പം അതിന് മാച്ചായിട്ട് എടുത്ത ഒരു മാലയാണിത്. കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതിങ്ങനെ ക്ലിയർ ആവില്ല, ഇതിങ്ങനെ ഒരു നെക്ലെസ് ടൈപ്പാണ്, സാരി ആയതുകൊണ്ട്. പിന്നെ ഇങ്ങനത്തെ മാല ട്രഡീഷണൽ ലുക്കാണല്ലോ, അപ്പം ഇങ്ങനത്തെ മാല ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഒരു ജിമിക്കിയാണുള്ളത് കേട്ടോ. ജിമിക്കി എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യം പോയിട്ട് വേറൊരു മാലയായിരുന്നു വാങ്ങിയത്. അപ്പം അത് സാരീൻ്റെ കൂടെ ഇട്ട് നോക്കിയപ്പോൾ അത് അത്ര ഭംഗി തോന്നിയില്ല. അപ്പം സിമ്പിളായിരിക്കണം എന്നാൽ നല്ല ഭംഗിയായിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഇത് വലിയ പ്രശ്നമല്ല. പിന്നെ എൻ്റെ സാരീൻ്റെ അതിന് മാച്ചായിട്ട്, പെർഫെക്റ്റ് മാച്ചായിട്ടൊരു മാല കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. പിന്നെ ജിമിക്കി കാണിച്ചു തരാവേ. ഇങ്ങനെ ഒരു ജിമിക്കിയാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ജിമിക്കി. അതുപോലെ അപ്പം ജിമിക്കി അതാണ്. ഞാൻ കല്യാണത്തിന് ഇടുന്നത് മാത്രമേ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള മാലകളും വളകളും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്ക് കുറേ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ഇടാൻ. ഇത് കുപ്പി വളയാണ് കേട്ടോ. ഇത് പുതിയ
വെറൈറ്റി കുപ്പിയോളയാണ്, നല്ല സ്ട്രോങ് ആണ്, അങ്ങനെയൊന്നും പൊട്ടത്തില്ല. അപ്പം ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങി. ഇത് ഇന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇത് കുറച്ച് ദിവസം മുമ്പ് പോയി മേടിച്ച് വെച്ചതാണ്. അപ്പോൾ അതാണ് വള. പിന്നെ എന്താ, റോസൊട്ടിക്ക് വാങ്ങിയതും കൂടെ കാണിച്ചു തരാം. ഇത് റോസൊട്ടിക്ക് ഒരു കയ്യിലിടാനുള്ള വളയാണ്. ഇനി ഇത് അടുത്ത കയ്യിലിടാനുള്ള വള. അതെന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് നെറ്റ് വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. മേലെ ഒരു ഗ്രേപ്പിൻ്റെ കളറ്, വൈൻ കളറ് വരുന്നു. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 2 റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ ആൻഡ് റെഡ് ആയതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഗ്രീൻ ആൻഡ് റെഡ് കളർ വരുന്ന ഒരു മോതിരം, പിന്നെ വൈറ്റ് ആൻഡ് റെഡ് വരുന്ന ഒരു മോതിരം. ഓക്കെ, ഇവിടെ നല്ല ചൂടാണ്. അപ്പം ചേട്ടായി വന്നിട്ട് വേണം പോകാനായിട്ട്. ചേട്ടായി തിരക്കായതുകൊണ്ട് ചേട്ടായി വരണം. പിന്നെന്താ കല്യാണത്തിന് ഇതായിരുന്നു. ഞാൻ വേണ്ട പിന്നെ കാണിച്ചു തരാം. ബാക്കി ഓർണമെൻറ്റ്സ് ഒക്കെ പിന്നെ കാണിച്ചു തരാം. കുറേ കാണിക്കാനുണ്ട്. എല്ലാം ജുവൽ വേൾഡിൽ നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് കടേൻ്റെ പ്രൊമോഷനൊന്നും ഇതാരും വിചാരിക്കേണ്ട. എൻ്റെ സ്ഥിരം കടയായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. കല്യാണത്തലേന്ന് ഇടാൻ വേണ്ടി വാങ്ങിയ മാല കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വർക്കിന് പോകുമ്പോഴൊക്കെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇത് ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനത്തെ വർക്കുണ്ട്. പിന്നെ മേലെ സിമ്പിളായിട്ട് വന്നിട്ട് താഴെ ഇങ്ങനെ പേഴ്സ്. നല്ല ഭംഗിയില്ലേ? അപ്പം ഇതാണ് ഒരു മാല. ഇത് തലേ ദിവസം സെറ്റ് സാരി കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു, മധുരം വെപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സെറ്റ് സാരീൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത്. അങ്ങനെ അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഒറിജിനൽ പേളിൻ്റെ കമ്മലുണ്ട്. അപ്പം ആ പേളിൻ്റെ ഒരു സ്റ്റഡ് അത് മാത്രമേ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യാം. നല്ല തിരക്കില്ലേ, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം വീഡിയോ എടുക്കാനായിട്ട്. അനിയത്തിമാരൊക്കെ ഉണ്ടാവും, അവരെ കൊണ്ട് എടുപ്പിക്കാം. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ കാണിക്കാനുള്ള. കുറേ കാണിക്കാനുണ്ട് കേട്ടോ. ഈ പെട്ടി നിറയെ ഉണ്ട്. മാലയും വളയും ഒക്കെ ഉണ്ട്. എല്ലാം കാണിച്ചു തരാം നല്ല നല്ല. ഓക്കെ, ഇപ്പോൾ ജുവൽ വേൾഡിൽ പോയിട്ടാണ് ഞാൻ എപ്പോഴും ജ്വല്ലറി അല്ല, അങ്ങനത്തെ ഫാൻസി ടൈപ്പെല്ലാം കാക്കാം. ഓക്കെ, അപ്പോൾ ജുവൽ വേൾഡിലാണ് ഞാൻ എപ്പോഴും പോയിട്ട് വാങ്ങാറ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ എല്ലാ സാധനങ്ങളും. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ട്രെൻഡിനനുസരിച്ച് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ മറ്റേ ജ്യോതിക മാലയൊക്കെ, ജ്യോതിക അംബാനി വെഡ്ഡിങ്ങിനാണെന്ന് തോന്നുന്നു, ജ്യോതിക ഇട്ട ഒരു മാലയുണ്ട്, ഒരു പച്ചമാല. അതും തപ്പിയാണ് പോയത്. അത് മുൻപ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയ സ്റ്റൈലാക്കിയത് വാങ്ങിച്ചില്ല. പക്ഷെ ഇന്ന് ചെന്നപ്പോൾ അത് കിട്ടിയില്ല ഗൈസ്. അപ്പം ഞാൻ ഈ പാലക്കാമാലയാണോ മാങ്ങമാലയാണോ, പാലക്കാന്ന് തോന്നുന്നു, ഈ മാല വാങ്ങി. പക്ഷെ ഇത് പെർഫെക്റ്റ് മാച്ച് ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എന്നാലും ആ ജ്യോതികമാല പിന്നെ എപ്പോഴെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ജുവൽ വേൾഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റി സാധനങ്ങളുണ്ട് അവിടെ. നല്ല മലാപ്പറമ്പിലായിരുന്നു സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എരഞ്ഞിപ്പാലത്ത് സ്റ്റാർട്ട് ചെയ്തു, ഒരു വലിയ ഷോപ്പായതുകൊണ്ട് അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. മലാപ്പറമ്പും ഉണ്ട്, പിന്നെ 2 സ്ഥലത്തും ഇപ്പം ഞാൻ പോകാറുണ്ട്. എരഞ്ഞിപ്പാലം ആകുമ്പോൾ സൂര്യ സിൽക്സിൽ പോവുകയാണെങ്കിൽ അവിടെയും കൂടി പോയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.